ഹായ്, എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ടൂടെ സംസാരിക്കുന്നത് നമ്മൾ പലർക്കും ലൈഫിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളൊരു കാര്യമായിരിക്കും. നമ്മൾ പുതുതായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു പേടി അല്ലേ? ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം നമ്മുടെ വയസ്സും നമ്മുടെ സമയവും ഒക്കെ വളരെ വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ പേടിക്കാതെ ചെയ്യുക എന്നുള്ളതല്ലേ നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ആമയുടെയും മുയലിൻ്റെയും മത്സരമില്ലേ, അതിൽ ആമയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എന്നേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയുന്ന നടക്കാൻ കഴിയുന്ന മൃഗമാണ് മുയലെന്ന്, അല്ലേ? പക്ഷേ ആമ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല. മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, ഞാൻ വളരെ സാവധാനത്തിലാണ് പോകുന്നതെന്ന് മറ്റുള്ളവർക്ക് അറിയാമെന്നും അല്ലെങ്കിൽ എന്നെപ്പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നും അവിടെ ആമ വിചാരിച്ചില്ല. കാരണം തൻ്റെ ആത്മവിശ്വാസം അവിടെ ആമേനെ വിജയത്തിലെത്തിച്ചു. വേണമെങ്കിൽ ആമയ്ക്ക് അങ്ങനെ ചിന്തിക്കാമായിരുന്നു, ഞാനില്ല, കാരണം അവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ എന്നേക്കാൾ വേഗത്തിൽ പോകും, അതിന് 100% ഉറപ്പാണ്, അത് കാരണം ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് അവന് ചിന്തിക്കാമായിരുന്നു. മറ്റുള്ളവർ എന്നെ കളിയാക്കുമെന്നും ചിന്തിക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കഥയിൽ ആമ ഒരിക്കലും ജയിക്കില്ല. പക്ഷെ അവൻ്റെ ആത്മവിശ്വാസം ആ കഥയിൽ അവനെ ജയിപ്പിച്ചു. അപ്പം നമ്മുടെ ലൈഫായിട്ട് ഇത് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവർ ശരിക്കും നമ്മളെക്കാട്ടിലും കഴിവും ബുദ്ധിയും പ്രാപ്തിയും ഒക്കെയുള്ള ആൾക്കാരായിരിക്കും, അല്ലേ? പക്ഷെ നമ്മുടെ ആത്മവിശ്വാസം കൊണ്ട് നമുക്ക് ചിലപ്പോഴെങ്കിലും നമുക്ക് വിജയത്തിലെത്താം. അതെപ്പോഴും വിജയമായിരിക്കണം എന്നുമില്ല. പക്ഷെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഒരു നല്ല കാര്യം തന്നെയാണ് നമ്മൾ മുൻപോട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പേടിക്കാതെ മുന്നോട്ട് ഇറങ്ങുക എന്നുള്ളത്. അതാണ് നമുക്ക് ആ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് തോന്നുന്ന 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനകത്ത് ഒന്നാമത്തെ പോയിന്റാണ് കൺസേൺ അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻ. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് എങ്ങനെയാണെന്നുള്ള ഒരു ഉത്കണ്ഠ, അവര് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനെ എങ്ങനെ നോക്കിക്കാണും ഉള്ള ഒരു ഭയം, ഒരു പേടി, അതാണ് നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും നമുക്ക് ഒത്തിരി ആഗ്രഹമുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാതെ നമ്മൾ പുറകോട്ട് വലിക്കുന്ന ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ നോക്കിക്കാണും, അവർ നമ്മളോട് നമ്മളെ അവർ അവോയ്ഡ് ചെയ്യുമോന്നും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് അവർക്ക് ഇഷ്ടക്കേട് വരുമോന്നും ഒക്കെയുള്ള ഭയമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പം അവരുടെയൊക്കെ മനസ്സിൽ നമ്മളെക്കുറിച്ചൊരു ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് നശിച്ചു പോകുമോ, അവരുടെ ആ അംഗീകാരം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമാണ് മെയിനായിട്ട് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റാണ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. അതായത് മറ്റുള്ളവർ നമ്മളെ ഏത് രീതിയിൽ വിലയിരുത്തും എന്നുള്ള ഒരു ഭയം. അതായത് പല കാര്യങ്ങളിലും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റാതെ വരികയും പല കാര്യങ്ങളിലും നമ്മുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ പോലും നമുക്കിഷ്ടമല്ലാത്ത പല കാര്യങ്ങളും ചിലപ്പം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് മൂളേണ്ടിയും എസ് പറയേണ്ടിയും ഒക്കെ വരുന്നൊരു കാര്യമാണ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. അവർക്ക് ഭയങ്കര പേടിയാണ് മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ എപ്പോഴും കാണും. മൂന്നാമത്തെ കാര്യമാണ് ഇൻസെക്യൂരിറ്റി. അത് എനിക്കുണ്ടായിരുന്നൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് പല കഴിവുകളും കാണും, അല്ലേ? അതായത് ചിലപ്പോൾ പാട്ട് പാടാൻ കാണും, ചിലപ്പോൾ ഡാൻസ് കളിക്കാൻ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കഴിവുകൾ കാണും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആ കഴിവിൽ നമുക്കൊരു സ്വന്തമായിട്ടൊരു അത്ര കോൺഫിഡൻ്റ് അല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട്, ഒരു പേടിയായിരിക്കും. മറ്റുള്ളവർ ഈ സെയിം ഫീലിംഗ് തന്നെ, അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് ഒരു പരിധിവരെ അത് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പാടും, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പാട്ടുകാരിയൊന്നുമല്ല, ചെറുതായിട്ടൊക്കെ മൂളും. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പാട്ട് പാടാനൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ എൻ്റെ 1-2 ഫ്രണ്ട്സിനെ അറിയാം ഞാൻ ചെറുതായിട്ടൊക്കെ പാടുമെന്ന്. അപ്പോൾ അവർ പറയും, എടി ചെല്ല് നീ ചെല്ല്. പക്ഷെ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ പാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർ പിന്നെ എന്നെ കാണുമ്പോൾ കളിയാക്കില്ലേ, അപ്പോൾ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും, കളിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്. അത് കാരണം ഞാൻ പാടാത്ത പല വട്ടവും പോയിട്ടുണ്ട്. പിന്നെ എപ്പോഴും എൻ്റെ മനസ്സിലൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ളവരിങ്ങനെ ഫോഴ്സ് ചെയ്ത് കയറണം എന്നുള്ളതാണ് എൻ്റെ ഇത്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാൻ ആരെങ്കിലും കഴിവുണ്ടെന്ന് വെച്ചാൽ കൈപൊക്കി കയറി നമ്മൾ പോയി പാടുക, അല്ലേ? എൻ്റെയൊക്കെ ആ ഒരു സമയത്തെന്ന് പറയുമ്പം എൻ്റെ മനസ്സിലെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കയറി ചെല്ലെന്ന് പറഞ്ഞൊരു നാണക്കേടാണ്. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് നീ ചെല്ല് അത് ഒരു വട്ടം പറഞ്ഞാൽ പോരാ, 3-4 വട്ടം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പോയി പാടണം. അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ ഒരു തോന്നൽ. നമ്മൾ തന്നെത്താനെ പോയി പാടാൻ നമ്മൾ വലിയ പാട്ടുകാരൊന്നും അല്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ്. അപ്പം ശരിക്കും അങ്ങനെ വിചാരിക്കേണ്ട കാര്യമല്ല. കാരണം കുറച്ചൊക്കെ പാടാൻ അറിയാമെന്നുണ്ടെങ്കിൽ
എവിടെയെങ്കിലുമൊക്കെ പാടിയായിരിക്കും ചിലപ്പോൾ നമ്മൾ തെളിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പാടാനുള്ള കഴിവുണ്ടെന്ന് പോലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓരോ സ്ഥലത്ത് പാടുമ്പോഴായിരിക്കും. ചിലപ്പോൾ എല്ലാ ടൈമിലും ഒരുപോലെ ഇരിക്കില്ല. അപ്പം നമ്മുടെ കഴിവിൽ എന്തുണ്ടാവില്ല, നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫൈഡ് ആയില്ല, നമുക്ക് നമ്മുടെ കഴിവിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും നമ്മളെ ഒരു എന്താ പറയുക, ശരിയാവോ അതോ ശരിയാവത്തില്ലേ, ഇനിയിപ്പോൾ ഞാൻ കയറി പാടി കുളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്നെ ഇവളെന്തെന്നായി പാടുന്നതെന്ന് ചോദിക്കുമോ എന്നുള്ളൊരു ഭയവും പേടിയായിരിക്കും. മൂന്നാമത്തെ കാര്യമാണ് പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? അവരോട് എന്ത് കാര്യം ചോദിച്ചാലും എസ് ആണ്, അവർക്ക് നോ ഇല്ല. അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട് അല്ലേ? അതായത് അവർക്ക് ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുവാണെങ്കിൽ അവർ ഓക്കെയാണ് ഏത് സമയത്തും. ഈവൻ അവരുടെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും അവർ മറ്റുള്ളവർക്ക് വേണ്ടി അവിടെ എന്താ പറയുക പ്രസൻ്റ് ആയിരിക്കും. ഇപ്പം അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കാണും, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലും അവർ പറയും അത് അവിടെ ഇരിക്കട്ടെ, പുറത്തൊരാൾ പറഞ്ഞ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് അതിന് ഇറങ്ങി തിരിച്ചു പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള മനുഷ്യന്മാരോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യരോട് കൂടുതൽ പേര് കുറേ കാര്യങ്ങളുമായിട്ട് വരും, ഇന്ന കാര്യങ്ങളൊക്കെ നടത്തണമെന്ന്. കാരണം ആ വരുന്ന വ്യക്തിക്ക് വ്യക്തമായി അറിയാം ഇവരോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ നോ പറയില്ല എന്ന്. പക്ഷേ ഇങ്ങനെ പറഞ്ഞ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്ത് അവസാനം ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവർ മാനസികമായിട്ട് തകരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചെങ്കിലും നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ ഉപബോധ മനസ്സ്, അതായത് നമ്മുടെ ഒരു മനസ്സാക്ഷി നമ്മളോട് തന്നെ ചോദിക്കും, നിനക്ക് ഇഷ്ടമല്ലെങ്കിലും നീ എന്തിനത് ചെയ്തു, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നീ അവർക്ക് വേണ്ടി എന്തിനു ചെയ്തു എന്ന് നമ്മുടെ മനസ്സാക്ഷി ചിലപ്പോഴെങ്കിലും നമ്മളോട് ഇങ്ങനെ ചോദിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ മാനസികമായിട്ട് ഭയങ്കര തളർന്നു പോകും. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ ഏതൊരറ്റം വരെയും വേണമെങ്കിലും പോവും. പണ്ട് മുതലേ നമ്മുടെ മനസ്സുകളിലൊക്കെ ഉള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ, ഇങ്ങനെ ചിന്തിക്കാവൂ, ഇങ്ങനെ പ്രവർത്തിക്കാവൂ, ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, അതാണ് ശരി എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ എന്താ പറയുക, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്, അവരുടെ ശരികളും ഓരോ തരത്തിൽ വ്യത്യസ്തമായിരിക്കും. ഇപ്പം പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ റൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ റൈറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ആ സൈഡ് തന്നെ ആയിരിക്കില്ല അല്ലേ? അവരുടെ റൈറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ലെഫ്റ്റ് ആയിരിക്കും, അതായത് ഈ സൈഡായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളും ഓരോ താല്പര്യങ്ങളും ആയിരിക്കും. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിക്ക് വ്യത്യാസമായിരിക്കും അല്ല. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളായിട്ടിരിക്കുക എന്നുള്ളതാണ് അല്ലേ? അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സ്വയം മാറ്റി നമുക്കൊരു വ്യക്തിത്വം ഇല്ലാതെയായി പോകും. നമുക്ക് നമ്മളുടേതായ കുറച്ച് സ്റ്റാൻഡുകളും അല്ലെങ്കിൽ നമ്മുടേതായ കുറച്ച് ശരികളും ആക്കി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സിനിമയിൽ പറയുന്നത് പോലെ, മഞ്ജു വാര്യർ പറയുന്നത് പോലെ, കുഞ്ഞിലെ ഏതെങ്കിലും ഒരു കുട്ടികളോട് അവൾ നല്ല കുട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് അവിടെ തീർന്നു. കാരണം പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ആ കുട്ടിയുടെ ഏറ്റവും വലിയൊരു ടാസ്ക് ആയിട്ട് മാറും അല്ലേ? നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കില്ലാത്ത സ്വഭാവം ഉണ്ടെന്ന് വരുത്തി അത് ജീവിക്കാൻ ഒരു മുഖംമൂടി എടുത്താണെങ്കിൽ നമുക്ക് ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇഷ്ടം, ആഗ്രഹം ഉണ്ട്, കുറേ കാലങ്ങളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാതെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പറ്റുന്നതാണെങ്കിൽ ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ, ടാറ്റ.